കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ജനറൽ ആശുപത്രിയിലെ ലാബിന് പൂട്ടിട്ടുകൊണ്ട് സ്വകാര്യ മേഖലയെ സഹായിക്കാൻ ആശുപത്രി അധികൃതരുടെ നീക്കമെന്ന് പരാതി. അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടെന്ന് പറഞ്ഞു പൂട്ടിയ ലാബ് എന്ന് തുറക്കുമെന്ന ചോദ്യത്തിന് ആശുപത്രി അധികൃതർക്കും മറുപടിയില്ല. വൻ തുക നൽകി പുറത്തെ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതിയിലാണ് സാധാരണക്കാർ. വിവരങ്ങളുമായി അനഘ വീണ്ടും ചേരുന്നു. അനഘ, അല്പം മുമ്പാണ് അനഘ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയും അവസ്ഥയും ഒക്കെ പറഞ്ഞത്. ഈ ബീച്ച് ആശുപത്രിയും കുപ്രസിദ്ധമാണല്ലോ. ഇതിപ്പോൾ ലാബ് പൂട്ടി എന്ന് തുറക്കുമെന്നറിയില്ല. അതായത് സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ ആണ് ഈ നീക്കമെന്ന് രോഗികൾക്കും അറിയാം, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ആശുപത്രിയിലെ ലാബിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. കാരണം നമുക്ക് അവിടെ ചെന്നാൽ തന്നെ കാണാം, ഒരു ടാർപോളിൻ ഷീറ്റ് ഇട്ട് ഈ കൊടും ചൂടിൽ ഈ രോഗികളൊക്കെ തന്നെ അതിന് താഴെ നിന്ന് എന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നെ കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ഈ ലാബിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഈ ലാബിൽ അറ്റകുറ്റപ്പണി നടത്താനുണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് ലാബിന് പൂട്ടിട്ടിരിക്കുന്നത് എന്നാണ്. പക്ഷെ അപ്പോഴും കൃത്യമായി നമ്മൾ ആശുപത്രിയിൽ കയറി ആശുപത്രി ജീവനക്കാരോട് ഈ പൂട്ടിയ ലാബ് അതെന്ന് തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ അതെന്ന് തുറക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നൊരു ഉത്തരമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നതാണ്. കൃത്യമായി ഒരു പണി നടക്കും, ഇത്ര കാലയളവിൽ തങ്ങൾക്ക് ഈ ലാബ് വീണ്ടും തുറക്കാൻ കഴിയുമെന്നൊരു ഉത്തരം കൃത്യമായി തന്നെ അധികൃതർ നൽകേണ്ടതാണ്. പക്ഷെ അവർക്ക് പോലും അറിയില്ല ഈ ലാബ് എന്ന് തുറക്കും എന്നതാണ്. മാത്രമല്ല, ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ സംബന്ധിച്ച് ഈ BPL-കാർക്കൊക്കെ തന്നെ ഈ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് ₹1 പോലും പണം നൽകേണ്ടതില്ല എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലാബ് സാധാരണക്കാരനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും ആശ്രയമാണ്. അതാണ് ഒറ്റയടിക്ക് ഇല്ലാതിരിക്കുന്നത്. ഇന്നേക്ക് ഏകദേശം ദിവസങ്ങളായി ഈ ലാബ് പൂട്ടിയിട്ട് എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഈ ലാബ് പൂട്ടിയിട്ടെങ്കിൽ പോലും ആശുപത്രിയിൽ മറ്റൊരു ലാബിനായി മറ്റൊരു സ്ഥലം സജ്ജീകരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ബീച്ച് ആശുപത്രിയിൽ ഉണ്ടെന്നതാണ് വസ്തുത. കൃത്യമായി അധികൃതർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലാബ് മറ്റൊരു ആശുപത്രിയിൽ നിരവധി ഇടങ്ങളുണ്ട്, ഈ ലാബിന് സജ്ജീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരവധി ഇടങ്ങൾ ഉണ്ട് എന്നാണ് ഈ പറയുന്നത്. ആ സ്ഥലത്തേക്ക് ഈ ലാബ് താൽക്കാലികമായ ഒരു ലാബിന്റെ സജ്ജീകരണം ഒരുക്കാൻ അധികൃതർ വിചാരിച്ചാൽ കഴിയുമായിരുന്നു. അവിടെയാണ് അങ്ങനെ ഒരു നീക്കം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോകുന്നത്. പുറത്തുള്ള സ്വകാര്യ ലാബുകളെ സഹായിക്കാനാണ് എന്ന ഗുരുതര ആരോപണമാണ് പുറത്തു വരുന്നത്. ആ ആരോപണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. നമ്മൾ കൃത്യമായി ആശുപത്രിയിൽ എത്തിയതാണ്. ആശുപത്രിയിൽ കൃത്യമായി പരിശോധന നടത്തുന്ന സമയത്തൊക്കെ തന്നെ ചിലർ നമുക്ക് ഈ സ്ഥലത്ത് ഈ കൃത്യമായി തന്നെ ലാബ് സജ്ജീകരിക്കാനുള്ള എല്ലാം കൃത്യമായി ഇവിടെ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ രോഗികൾക്കൊപ്പമുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആശുപത്രി അധികൃതർക്ക് മാത്രം അങ്ങനെ ഒരു നീക്കം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഈ പൂട്ടിയ ലാബ് തുറക്കുമെന്ന ചോദ്യത്തിന് പോലും ഒരു ഉത്തരം നൽകാൻ അധികൃതർ ആണ് വിവരങ്ങൾ നൽകിയത്.